കുറേ ദിവസമായിട്ട് നൂഡിൽസ് മേടിച്ച് വെച്ചിട്ട് അപ്പോൾ മക്കൾ ദിവസവും പറയുകയാണ് ഇന്നെങ്കിലും ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച മേടിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് അത് വെച്ചിട്ട് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊരു വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പല്ലേ കത്തിയിട്ട് ആ ടൈമിലായിട്ട് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് ഇന്നും എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരിക്കണ്ട. ഈ അരിയാട്ടി ഇതൊക്കെ ആകുമ്പോൾ എന്നും ഒരേ തന്നെ ആകുമ്പോൾ ദോശ ഇഡലി കഴിച്ചിട്ട് തന്നെ എല്ലാവർക്കും മടുത്തു. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ദോശ ഇഡലി ഒന്നും വേണ്ട, എന്തെങ്കിലും പത്തിരി പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് വെക്കാമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കും തോന്നിയത് പണി ചെയ്താലേ എന്തെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് കഴിച്ചിട്ട് എന്തിനാന്ന് കരുതിയിട്ട് നല്ലോണം പണിയെടുത്തിട്ട് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് പത്തിരി മുട്ടക്കറി ആക്കാമെന്ന് കരുതിയിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം മാവൊക്കെ വാട്ടി വന്നപ്പോൾ ഞങ്ങൾ പത്തിരി മാറ്റിയിട്ട് നൂൽപുട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ തെങ്ങിന്ന് തേങ്ങ ഇട്ട് തുടങ്ങിയത്. അത് ഇടാൻ വേണ്ടി വന്ന ആളാണെന്നുണ്ടെങ്കിലോ അത് ഇളനീരൊക്കെ ഇട്ട് വെച്ചിട്ട് അവസാനത്തെ തേങ്ങ പൊട്ടിച്ചപ്പോൾ അത് ഇളനീരും ആയിപ്പോയിട്ടാണ്. അപ്പോൾ ആകെ കിട്ടുന്നത് കുറച്ച്, അത് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറി ഇതേ വേഗം മുട്ടയൊക്കെ പുഴുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് തേങ്ങ ഇട്ടപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇക്ക ഉണ്ടാകും നൂൽപുട്ട് പീച്ച് തരുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജയ ജയ ഹേ സിനിമയിൽ ബേസിലിൻ്റെ അമ്മയായിട്ടുള്ള ആ കഥാപാത്രം നൂൽപുട്ട് പീച്ചുന്ന ആ ഒരു സീനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ ഓരോ തവണയും നൂൽപുട്ട് പീച്ചുന്ന സമയത്ത് ചില സമയത്ത് ചിരട്ടിയിൽ അങ്ങനെ ഓരോ തവണയും ഓരോ സ്റ്റൈലിലാണ് അല്ലേ. ഇത്തവണ അത് എങ്ങനെയാണ് ചുറ്റിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ ഒരു പ്ലേറ്റ് അങ്ങോട്ട് ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് മതി കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്കും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതും